രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരണ്യകാന്ഡം. ശരഭംഗ മന്ദിര പ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം പുക്കാർ. സാക്ഷാലീശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ട് വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ. കന്ദപക്വാദികളാൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ട് ശരഭംഗനുമരുൾ ചെയ്തു, ഞാൻ അനേകം നാളുണ്ട് പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിനാശയാലേ. ആർജവബുദ്ധ്യാ ചിരം തപസാ ബഹുതരം ആർജിച്ചേനല്ലോ പുണ്യമിന്ന് ഞാൻ അവയെല്ലാം മർത്യനായി പിറന്നോരു നിനക്കു തന്നീടിനേൻ. അദ്യ ഞാൻ മോക്ഷത്തിനായുദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും ദിങ്കലാക്കി എന്നിയെ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു. ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേനന്തസന്തതം ചരാചര ജന്തുക്കളന്തർഭാഗേ വസന്തം ജഗന്നാഥം. ശ്രീരാമം ദുർവാദളശ്യാമളമംഭോജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം സൗമിത്രിസേവ്യം ജനകാത്മജാ സമന്വിതം സൗമിഖ്യമനോഹരം കരുണാരത്നാകരം. കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടു കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപദം പ്രാപിച്ചിടിനാൻ തപോധനൻ. ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ. നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ. പാകശാസനൻ പാദാംഭോജവും വണങ്ങിനാൻ. മൈഥില്യാ സൗമിത്രിണാ താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരി മുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ. മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു ചണ്ഡദീധികുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകീ ദേവിതാനും മുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാഭോഗാനന്ദ വിവശന്മാരായരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമതൽപേ പള്ളികൊള്ളുന്ന ഭവാൻ ധാതാവർദ്ധിക്യമൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭുവി മാർത്താണ്ഡകുലത്തിങ്കൽ. ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ
അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനിന്നു നൂനം. നാനാ താപസകുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോന്നീടേണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്തു മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനിപർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടും എല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവും എല്ലാം അത്രൈവ മൂലം എന്തോന്നിത്രയുണ്ടാവാനഹോ. തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം. രാമഭദ്രാ നീ കേൾക്ക, മുനിസത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ഇദ്ദേശം അസ്ഥിവ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിദ്ധം കാരുണ്യപരവശ ചിത്തനായൊരു പുരുഷോത്തമൻ അരുൾ ചെയ്തു. നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്ന് നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമൻ ഇതി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനനായി വനവാസികളാൽ. തത്ര തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വീനന്ദിനിയോടും അനുജനോടും കൂടി സംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. സുധീഷ്ണാശ്രമ പ്രവേശം. വിഖ്യാതമായ സുധീഷ്ണാശ്രമം മനോഹരം, മുഖ്യ താപസകുല ശിഷ്യ സഞ്ജയപൂർണം, സർവതൃഗുണഗണസമ്പന്നം അനുപമം, സർവകാലാനന്ദദാനന്ദോദയമത്യത്ഭുതം, സർവപാതബലതാഗുൽമസങ്കുലം സ്ഥലം, സർവാസൽ പക്ഷിമൃഗഭുജംഗ നിഷേവിതം. രാഘവൻ അവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്ന് കേട്ടോരു മുനിശ്രേഷ്ഠൻ. കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ, രാമമന്ത്രോപാസനാരതൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു. സംപൂജിച്ചരുളിനാനർഘ്യപാദ്യാദികളാൽ ഭക്തി പൂണ്ടശ്രുജല നേത്രനായി സഗദ്ഗദം ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ. നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മൽഗുരു നിയോഗത്താൽ. ബ്രഹ്മശങ്കരമുഖവന്ദ്യമാം പദമല്ലോ നിൻമഹാമായാർണവം കടപ്പാനായൊരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ, വേദ്യമല്ലൊരു നാളും നാരാലും ഭവത്തത്വം. ത്വൽഭക്തഭൃത്യഭൃത്യനായിടണം ഞാൻ, ത്വൽപാദാംബുജം നിത്യമുൾക്കാമ്പിലുദിക്കണം. പുത്രഭാര്യാർത്ഥനില അന്ധകോപത്തിൽ വീണ് ബദ്ധനായി മുഴുകിയിടുമെന്നെ ദിന്തിരുവടി. ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്ന ഉദ്ധരിച്ചിടണേ സത്വരം ദയാനിധേ. മൂത്രമാംസമേധ്യാന്ത്രപുൽഗലപിണ്ഡമാകും ഗാത്രമോർത്തോളം അധികശ്മലം. അതിങ്കലുള്ള സ്ഥയാ മഹാമോഹപാശബന്ധവും ഛേദിച്ച് ആർത്തിനാശനാ ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം.
സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലം എന്നാകിലും. ത്വന്മന്ത്രജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്രജപവിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും. സേവാനുരൂപഫലദാന തൽപരൻ ഭവാൻ ദേവപാദപങ്ങളെപ്പോലെ വിശ്വേശാ പോറ്റി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു. മോഹാത്മനാം നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാഞ്ചലം പ്രതി വെവ്വേറെ കാണും പോലെ. ഇങ്ങനെയുള്ള ഭവൽ സ്വരൂപത്തെ നിത്യം എങ്ങനെയറിഞ്ഞു ഉപാസിപ്പു ഞാൻ ദയാനിധേ. അദ്യൈവ ഭവചരണാംബുജയുഗ്മം മമ പ്രത്യക്ഷമായി വന്നിതുമൽ തപോബലവശാൽ. ത്വന്മന്ത്രജപ വിശുദ്ധാത്മാനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയൻ എന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായൊരു ഭവദ്രൂപം. ത്വന്മായാ വിഡംബനരചിതം മാനുഷ്യകം മന്മഥകോടി കോടി സുഭഗം കമനീയം കാരുണ്യപൂർണനേത്രം കാർമുകബാണധരം സ്മേരസുന്ദരമുഖം നജിനാംബരധരം. സീതാസംയുതം സുമിത്രാത്മജനിഷേവിത പാദപങ്കജം നീലനീരദകളേബരം കോമളം അതിശാന്തം അനന്തഗുണം അഭിരാമം ആത്മാരാമം ആനന്ദസമ്പൂർണാമൃതം. പ്രത്യക്ഷമദ്യ മമ നേത്രഗോചരമായോ ഇത്തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം. മുറ്റിയിടും ഭക്തിയാ നാമമുച്ചരിക്കായിടണം. മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി. വന്ദിച്ചു കൂപ്പി സ്തുതിച്ചേടിന മുനിയോട് മന്ദഹാസവും പൂണ്ടു രാഘവൻ അരുൾ ചെയ്തു. നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പോരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ. സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ചവണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. ത്വൽകൃതമേതമേൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും തൽകൃതേ പ്രവരനാം മർത്യനു വിശേഷിച്ചും. സ്വദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ. താപസോത്തമാ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ഉണ്ടൊരാഗ്രഹം തവാചാര്യനാം അഗസ്ത്യനെ കണ്ട് വന്ദിച്ചുകൊള്ളുവാൻ എന്തിനാവതിപ്പോൾ. തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയുണ്ടടുത്തതു അഗസ്ത്യാശ്രമം മുനേ. ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുതീക്ഷ്ണനും. അസ്തുതേ ഭദ്ര അത് തോന്നിയതിന്നു തന്നെ. കാട്ടുവേനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ വട്ടമിന്നിയേ വസിക്കേണം ഇന്നിവിടെ നാം. ഒട്ടുനാളുണ്ടു ഞാൻ കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ.
യുദ്ധമാനന്ദം പൂണ്ട് രാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ധാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നതു രാമൻ അഗസ്ത്യാനുജാശ്രമേ ജപം വന്നു സൽക്കാരം ചെയ്താനഗസ്ത്യ സഹജനും വന്യഭോജനവും ചെയ്തന്നവരെല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നൊരു ശേഷം. എല്ലാവർക്കും ആത്മപ്രണാമം. ഓം നമഃ ശിവായ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ രാമായണം ക്ലാസ് തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിരാധ വധമാണ് കണ്ടത്. വിരാധൻ ഒരു വിദ്യാധരനായിരുന്നെന്നും ഭഗവാന്റെ തൃക്കൈകൊണ്ട് മരണം സംഭവിച്ചതിനാൽ മോക്ഷഗതി കിട്ടിയെന്നും അങ്ങനെ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച വിദ്യാധരൻ രാമചന്ദ്ര പ്രഭുവിനോട് യാത്രാനുമതിയൊക്കെ വാങ്ങി സ്വർഗത്തിലേക്ക് പോയി. ശേഷം ശ്രീരാമനും ലക്ഷ്മണനും സീതയും ശരഭംഗ മന്ദിരത്തിലേക്കാണ് പോകുന്നത്, ശരഭംഗ ആശ്രമത്തിലേക്കാണ് പോകുന്നത്. നോക്കൂ, രാമലക്ഷ്മണന്മാരും ജാനകി താനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പുക്കാർ. അനന്തരം രാമലക്ഷ്മണന്മാരും സീതയും ശ്രീമയമായ ഐശ്വര്യപൂർണമായ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ട് വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ത പക്വാദികളാൽ ആതിഥ്യം ചെയ്ത് ചിത്താനന്ദം ഉൾക്കൊണ്ട് ശരഭംഗനും അരുൾ ചെയ്തു. ഭഗവാൻ ഈശ്വരനാണ്, രാമൻ ഈശ്വരനാണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ശരഭംഗ മഹർഷി സാക്ഷാൽ ഈശ്വരനെ തൻ്റെ മാംസേക്ഷണങ്ങളെ കൊണ്ട് കണ്ട്, എന്നുവെച്ചാൽ ബാഹ്യനേത്രങ്ങളെ കൊണ്ട്, നഗ്നനേത്രങ്ങളെ കൊണ്ട് കണ്ട ആ ശരഭംഗ മഹർഷി ഭക്തിപൂർവം രാമനെ പൂജിക്കുകയാണ്. കന്ത പക്വാദികളാൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദം ഉൾക്കൊണ്ട് ശരഭംഗനും അരുൾ ചെയ്തു. കന്ത എന്ന് പറഞ്ഞാൽ കിഴങ്ങാണ്. കിഴങ്ങും പഴവും ഒക്കെ ഫലമൂലാദികൾ ഒക്കെ നൽകി രാമനെ പൂജിക്കുകയാണ്. ചിത്താനന്ദത്തോടുകൂടി, വളരെയധികം ആനന്ദത്തോടുകൂടി പൂജിക്കുകയാണ്. അതിനുശേഷം ശരഭംഗ മഹർഷി ഇപ്രകാരം പറഞ്ഞു: ഞാൻ അനേകം നാളുണ്ട് പാർത്തിരിക്കുന്നതത്ര ജാനകിയോടും നിന്നെ കാൺമതിന് ആശയാലേ. അതിഥിയെ പൂജയൊക്കെ ചെയ്തതിന് ശേഷം വളരെ ആഹ്ലാദത്തോടുകൂടി ഋഷി പറയുകയാണ്, ശരഭംഗ മഹർഷി പറയുകയാണ്, സീതാദേവിയോടൊന്നിച്ച് അങ്ങയെ കാണണമെന്ന് വളരെ നാളായി ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്, അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു ഞാനെന്ന് പറഞ്ഞു. ആർജവ ബുദ്ധിയ ചിരം തപസാ ബഹുതരം ആർജിച്ചേനല്ലോ പുണ്യമിന്ന് ഞാൻ അവയെല്ലാം മർത്യനായി പിറന്നോര് നിനക്കു തന്നീടിനേൻ അദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ. മഹർഷി പറയുകയാണ്, പരിശുദ്ധമായ മനസ്സോടെ ഞാൻ ചിരകാലം, വളരെ കാലമായി തപസ് ചെയ്ത് നേടിയ ആ പുണ്യം മുഴുവനും മനുഷ്യനായി അവതരിച്ച അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഞാൻ ഇന്നു മുതൽ മോക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നും കൂടെ പറയുന്നു. നിന്നെയും കണ്ട് മമ പുണ്യവും നിങ്കലാക്കി എന്നിയെ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ച് ബഹുകാലം പാർത്ത് ഞാനിരുന്നിത് ബന്ധവും മറ്റ് കൈവല്യവും പ്രാപിക്കുന്നേൻ. വീണ്ടും അദ്ദേഹം പറയുകയാണ്, ഞാൻ അങ്ങയെ കണ്ട് എൻ്റെ പുണ്യമൊക്കെ അങ്ങയിൽ സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ദേഹത്യാഗം ചെയ്യാവൂ എന്ന് കരുതി ഞാൻ ചിരകാലമായി, വളരെ കാലമായിട്ട് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ
സകല ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഞാനിന്ന് കൈവല്യം, മോക്ഷത്തെ, മുക്തിയെ പ്രാപിക്കുകയാണ്. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമന്തൻ പദം വണങ്ങിനാൻ. അപ്പോൾ സകല പാപങ്ങളും മാറി ഞാൻ ഇന്ന് എൻ്റെ എല്ലാ പുണ്യങ്ങളും ഞാൻ അങ്ങയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ മോക്ഷപദം പ്രാപിക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം യോഗീശ്വരനായ ശരഭംഗൻ രാമൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അതിനുശേഷം പ്രകാരം പറയുകയാണ്: ചിന്തിച്ചിടുന്നേൻ അന്തസ്സന്തതം ചരാചര ജന്തുക്കൾ അന്തർഭാഗേ വസന്തം ജഗന്നാഥം. ഇന്ന് ഇത്രയും പറഞ്ഞിട്ട് ശരഭമഹർഷി പറയാണ്, സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ വസിച്ചിരിക്കുന്നവനും ലോകനാഥനും ആയ ഭഗവാനെ അവിടുന്ന് സർവചരാചരങ്ങളുടെ ചരാചര ജന്തുക്കൾ അന്തർഭാഗെ ചരാചരങ്ങളുടെയും ഉള്ളിൽ വസിച്ചിടുന്ന ആ ഭഗവാൻ ശ്രീരാമം ദുർവാദളശ്യാമളം അംഭോജാക്ഷം ക്ഷീരവാസസം ജഡാമകുടം ധനുർധരം സൗമിത്രിസേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം. അവിടെയാണ് അർത്ഥം പൂർത്തിയാകുന്നത്. അപ്പോൾ സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ആ ഭഗവാൻ, ആ ജഗന്നാഥൻ, ഭഗവാനെ വിശേഷിപ്പിക്കുകയാണ് ദുർവാദള ശ്യാമളം അംഭോജാക്ഷം എന്ന് വെച്ചാൽ കറുകയിതൾ പോലെ കറുത്തവൻ. കറുകയുടെ ഇതള് പച്ച, നല്ല പച്ചയാണ്, കടും പച്ചയാണ്. ആ കടും പച്ച നോക്കുമ്പോൾ നമുക്ക് ഒരു കറുപ്പായിട്ട് തോന്നും. ആ ഒരു നിറമാണ് ഭഗവാനുള്ളത്. അപ്പോൾ കറുകപ്പുല്ലിനെ പോലെ കറുത്തവനും താമരക്കണ്ണനായ അംഭോജാക്ഷനായ താമരക്കണ്ണനും അതുപോലെ തന്നെ ക്ഷീരവാസസം മരവിരി ധരിക്കുന്നവനും മകുടമായി ധരിച്ചവനും ധനുർധരം വില്ലും അമ്പും ധരിച്ചവനുമായ ഭഗവാൻ സൗമിത്രിസേവ്യം ലക്ഷ്മണനാൽ സേവിതനായിരിക്കുന്ന ജനകാത്മജാ സമന്വിതം ജനകാത്മജയോട് സീതാസമേതനുമായിരിക്കുന്ന ആ ഭഗവാൻ സൗമ്യമുഖ്യ മനോഹരം പ്രസന്നവദനനുമായ ആ ഭഗവാൻ കരുണാരത്നാകരം കരുണയുടെ സമുദ്രമായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ എപ്പോഴും അങ്ങയെ ചിന്തിച്ചിടുന്നേൻ. ഞാൻ എപ്പോഴും അങ്ങയെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും അങ്ങയെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടുകൊണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ച് ലോകേശപദം പ്രാപിച്ചിടിനേൻ തപോധനൻ. പിന്നീട് പറയുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? സീതയോടൊന്നിച്ചിരിക്കുന്ന ആ ശ്രീരാമൻ കണ്ടുകൊണ്ടിരിക്കെ സസന്തോഷം തൻ്റെ ശരീരത്തെ അദ്ദേഹം യോഗാഗ്നിയിൽ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുണ്ഠഭാവവും നീക്കി ഭഗവാനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഃഖഭാവങ്ങളൊക്കെ മാറി സീതയാ രഘുനാഥം കണ്ടുകൊണ്ടിരിക്കവേ സീതയോടുകൂടി ശ്രീരാമൻ അങ്ങനെ കണ്ട് ശ്രീരാമനെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ദേഹത്യാഗം ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ലോകേശപദം പ്രാപിച്ചിടിനാൻ. അങ്ങനെ ഭഗവാന്റെ ആ പദം പ്രാപിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ആകാശമാർഗെ വിമാനങ്ങളും നിറഞ്ഞത്. ആകാശത്തില് വിമാനങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു. ദേവന്മാരൊക്കെ വന്ന് നിൽക്കുന്നു. നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്താൻ. ദേവേന്ദ്രാദികളൊക്കെ വന്നിട്ടുണ്ട്. അവര് പുഷ്പവൃഷ്ടി നടത്തുകയാണ്. പാകശാസനൻ പാദാംഭോജവും വണങ്ങിനാൻ. പാകശാസനൻ ഇന്ദ്രൻ മഹർഷിയുടെ പാദങ്ങൾ, ശരഭംഗ മഹർഷിയുടെ പാദങ്ങൾ വണങ്ങി. മൈഥില്യ സൗമിത്രണ താപസഗതി കണ്ട് കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. അപ്പൊ ശരഭംഗ മഹർഷിയുടെ ഈ ഒരു സ്വർഗപ്രാപ്തി കണ്ട് അത് വളരെ കൗതുകത്തോടുകൂടിയാണ് ഭഗവാൻ നോക്കിക്കാണുന്നത്, കൗസല്യാതനയൻ നോക്കിക്കാണുന്നത്. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരി മുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം പുക്കാർ. അങ്ങനെ കുറച്ച് സമയം അവിടെ കിഞ്ചിൽ കാലം, കുറച്ച് സമയം അവര് ശ്രീരാമനോടൊത്ത്
നിന്നതിന് ശേഷം, ഇന്ദ്രാദികൾ നിന്നതിന് ശേഷം അവര് സ്വർഗത്തിലേക്ക് പോവുകയുണ്ടായി. അടുത്ത ഭാഗം മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നത് കേട്ടുകേട്ട് ചണ്ഡദീധി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാൻ. ചണ്ഡദീധീതി കുലജാതനായ എന്നുവെച്ചാൽ സൂര്യവംശകുലോത്ഭവനായ ജഗന്നാഥൻ ദണ്ഡകാരണ്യത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത കേട്ടിട്ട് ദാശരഥിയായ രഘുരാമനെ, ദശരഥപുത്രനായ ആ രാമനെ കാണുന്നതിന് വേണ്ടിയിട്ട് രാമന്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നു. രാമലക്ഷ്മണന്മാരും ജാനകി ദേവി താനും മാമുനിമാരെ വീണ് നമസ്കാരവും ചെയ്ത രാമലക്ഷ്മണന്മാരും സീതാദേവിയും തങ്ങളെ കാണാൻ വന്ന മുനിമാരെ നമസ്കരിച്ചു. താപസന്മാരും അപ്പോൾ ആശീർവാദം ചെയ്ത് അവർകളോട് ആഭോഗാനന്ദ വിവശന്മാരായി അരുൾ ചെയ്താർ. താപസന്മാർക്ക് വളരെ സന്തോഷമായി. അവര് മൂവരെയും അനുഗ്രഹിച്ചു. അതിനുശേഷം ആഭോഗാനന്ദ വിവശരായി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തോടുകൂടി അവര് പൂർണ്ണ സന്തോഷം, പരിപൂർണമായ സന്തോഷത്തോടുകൂടി അവര് പ്രകാരം പറയുകയാണ്: നിന്നുടെ തത്വം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമ തൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ധാതാവർദ്ധിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായത് ഭുവി മാർത്താണ്ഡ കുലത്തിങ്കൽ. നിന്നുടെ തത്വം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ തത്വം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, മുന്നേ തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഭോഗിസത്തമനായ ഭഗവാൻ പന്നഗോത്തമ തൽപേ, അനന്ത സർപ്പത്തിന്റെ പുറത്ത് പള്ളി കൊള്ളുന്ന ഭഗവാൻ അങ്ങ് ബ്രഹ്മാവിന്റെ അപേക്ഷയനുസരിച്ച് ഭൂമിയുടെ ഭാരം കളയുന്നതിന് വേണ്ടിയിട്ട്, ഭൂഭാരം കളയുന്നതിന് വേണ്ടിയിട്ട് ജാതനായി ഭൂമി, ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. മാർത്താണ്ഡ കുലത്തിങ്കൽ, സൂര്യവംശത്തില് അങ്ങ് ജനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ മുന്നേ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ, അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്ക് തീർത്തിടുവാനെന്ന് ന്യൂനം. മുനിമാർ വീണ്ടും പറയുകയാണ്, അങ്ങ് ഭഗവാനാണെന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ ലക്ഷ്മണൻ ആദിശേഷനാണെന്നും സീതാദേവി ലക്ഷ്മീദേവിയാണെന്നും ഭരതശത്രുഘ്നന്മാർ, അങ്ങയുടെ സഹോദരന്മാരായ ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങളാണെന്നും അതുപോലെ തന്നെ അഭിഷേക വിഘ്നങ്ങളും അങ്ങയ്ക്ക് വന്നിട്ടുള്ള ആ സങ്കടങ്ങളും ഒക്കെ ഞങ്ങളുടെ സങ്കടം തീർത്തിടുവാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അങ്ങയ്ക്കുണ്ടായിട്ടുള്ള ഈ ഒരു വിഘ്നങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ സങ്കടം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നാനാ താപസകുല സേവിതാശ്രമസ്ഥലം കാനനം കാൺമാൻ ആശു നീ കൂടെ പോന്നിടേണം. അപ്പോൾ പല മഹർഷിമാരും കൂട്ടമായി താമസിക്കുന്ന ഈ കാട്ടിലെ അവരുടെ ആശ്രമങ്ങളും ഒക്കെ അങ്ങ് കാണണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടെ മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ. അപ്പോൾ ജനകജിയോടും സുമിത്രാത്മജനായ ലക്ഷ്മണനോടും കൂടി അങ്ങ് ഈ മുനിമാരുടെ ആശ്രമങ്ങളൊക്കെ ഒന്ന് കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങയുടെ മനസ്സിൽ കാരുണ്യമുണ്ടാകും, ഞങ്ങളോട് അങ്ങയ്ക്ക് കാരുണ്യം തോന്നാതിരിക്കില്ല എന്ന് പറയുകയാണ്. എന്നരുൾ ചെയ്ത് മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനിപർണശാലകൾ കണ്ടാൽ, അങ്ങനെ ആ മുനിമാരോടുകൂടി ഓരോ പർണശാലകൾ, ഓരോ മുനിമാരുടെയും പർണശാലകൾ, ആശ്രമങ്ങൾ കാണുകയാണ്. അപ്പോൾ അന്നേരം തലയോടും എല്ലുകളുമെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ട് രാഘവൻ ചോദ്യം ചെയ്ത. മഹർഷിമാരോടൊപ്പം ആശ്രമങ്ങൾ കാണാൻ പോയ ശ്രീരാമൻ കാണുന്നതെന്താണ്? അവരുടെ ആശ്രമത്തിന് സമീപമായിട്ട് മനുഷ്യരുടെ തലയോട്ടികളും അസ്ഥികളുമൊക്കെ കുന്നുപോലെ കൂടിക്കിടക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ടിട്ട്
ശ്രീരാമൻ ചോദിക്കുന്നു, മർത്യ മസ്തകങ്ങളും അസ്ഥിക്കൂട്ടവും എല്ലാം അത്രൈവ മൂലം എന്തോന്നിതെത്രയുണ്ടാവാനഹോ. അത് കണ്ടിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനെ മനുഷ്യരുടെ തലയോട്ടികളും അസ്ഥികളുമൊക്കെ കുന്നുപോലെ കൂടിക്കിടക്കുന്നത്, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ മഹർഷിമാർ പറഞ്ഞു, തദ്വാക്യം കേട്ട് ചൊന്നാൻ താപസജനം രാമഭദ്ര, നീ കേൾക്ക, മുനിസത്തമന്മാരെ കൊന്ന് നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ഈ ദേശം അസ്ഥിവ്യാപ്തമായി ചമഞ്ഞിതു നാഥ. മുനിമാര് പറഞ്ഞു, അല്ലയോ രാമചന്ദ്രപ്രഭു, അങ്ങ് കേട്ടാലും ഈ രാക്ഷസന്മാര്, ഈ കാട്ടിൽ താമസിക്കുന്ന രാക്ഷസന്മാര് മുനിമാരെയൊക്കെ പിടികൂടി നിർദ്ദയം കൊന്നു തിന്നത് കൊണ്ടാണ് ഈ പ്രദേശം അസ്ഥികളൊക്കെ കൂടിക്കിടക്കാൻ കാരണം, അല്ലെങ്കിൽ നിറഞ്ഞിരിക്കാൻ കാരണം എന്ന് പറയുകയുണ്ടായി. ശ്രുത്വാ വൃത്താന്തമിത്തം, ഇത് കേട്ടിട്ട്, ഈ വൃത്താന്തം കേട്ടിട്ട് കാരുണ്യപരവശചിത്തനായൊരു പുരുഷോത്തമൻ, ഭഗവാന്റെ മനസ്സിൽ കാരുണ്യമുണ്ടായി. നേരത്തെ മഹർഷിമാർ പറഞ്ഞുല്ലോ, ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ, ഈ മഹർഷിമാരുടെ ആശ്രമങ്ങൾ കാണുമ്പോൾ അങ്ങയുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഞങ്ങളോട് കാരുണ്യം ഉണ്ടാവുമെന്ന്. അപ്പം അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാരുണ്യം ഉണ്ടായി കഴിഞ്ഞു. കാരുണ്യപരവശചിത്തനായിട്ട് ഭഗവാൻ പറയുകയാണ്, ആ പുരുഷോത്തമൻ അരുൾ ചെയ്തു, നിഷ്ഠൂരതരമായ ദുഷ്ടരാക്ഷസ സങ്കുലം ഒട്ടൊഴിയാതെ കൊന്ന് നഷ്ടമാക്കിയിടുവൻ ഞാൻ. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, നിഷ്ഠൂരന്മാരായ ഈ ദുഷ്ടരാക്ഷസന്മാരെ മുഴുവൻ ഞാൻ കൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കി തീർക്കും ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലം ഇഷ്ടിയും ചെയ്തു നിത്യം. ഞാൻ ഇവരെയൊക്കെ കൊന്ന് നിങ്ങൾക്ക് വളരെയധികം സൗഖ്യമുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടുകൂടി യാഗാദി കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് ഇവിടെ അങ്ങോട്ട് വസിക്കുക എന്ന് പറയുകയുണ്ടായി. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനനായി വനവാസികളാൽ തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വി നന്ദിനിയോടും അനുജനോടും കൂടി സംഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. അപ്പോൾ താൻ സത്യമൊക്കെ ചെയ്തു. രാക്ഷസ മുനികളെ കൊന്നു ഭക്ഷിക്കുന്ന ദുഷ്ടന്മാരായ രാക്ഷസന്മാരെയൊക്കെ വംശനാശം വരുത്തി നിങ്ങൾക്ക് സൗഖ്യമുണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ സത്യമൊക്കെ കേട്ടിട്ട് വനവാസികളായ മഹർഷിമാർക്ക് വളരെയധികം സന്തോഷമുണ്ടായി. അവർ ഭഗവാനെ പൂജിച്ചു. മഹർഷിമാരാൽ പൂജിതനായ ആ ഭഗവാൻ രാമചന്ദ്രപ്രഭു അവിടെയുള്ള മഹർഷിമാരുടെ ആശ്രമങ്ങളിൽ അങ്ങനെ സത്സംഗമൊക്കെ അനുഭവിച്ച് ആനന്ദിക്കുകയാണ്. സത്സംഗത്തിൻ്റെ മഹത്വം വീണ്ടും പറയുകയാണ് അല്ലേ, സജ്ജനങ്ങളുമായിട്ടുള്ള ആ ഒരു സംസർഗം. അങ്ങനെ വത്സരം ത്രയോദശമക്കാലം കഴിഞ്ഞു. അങ്ങനെ എത്ര കാലം കഴിഞ്ഞു? ത്രയോദശം എന്ന് വെച്ചാൽ 13 വർഷക്കാലം കഴിഞ്ഞു. തുടർന്ന് സുധീഷ്ണാശ്രമ പ്രവേശമാണ്. വിഖ്യാതമായ സുധീഷ്ണാശ്രമം മനോഹരം, മുഖ്യ താപസകുല ശിഷ്യ സഞ്ജയപൂർണം, സർവതൃഗുണഗണ സമ്പന്നം, അനുപമം, സർവകാലാനന്ദാനന്ദോദയം, അത്യത്ഭുതം, സർവപാദപ ലതാ ഗുൽമ സങ്കുലസ്ഥലം, സർവസൽ പക്ഷിമൃഗ ഭുജംഗ നിഷേവിതം. രാഘവൻ അവരജൻ തന്നോടും സീതയോടും ആഗതനായതെന്ന് കേട്ടൊരു മുനിശ്രേഷ്ഠൻ, കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ, രാമമന്ത്രോപാസകൻ അനാരദൻ മുനി സംഭ്രമത്തോട് ചെന്ന് കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു. അവിടെയാണ് അർത്ഥം പൂർത്തിയാകുന്നത്. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് വായിച്ചത്. സുധീഷ്ണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് രാമനും ലക്ഷ്മണനും സീതയും പ്രവേശിക്കുകയാണ്. വിഖ്യാതമായ സുധീഷ്ണാശ്രമം 13 വർഷം കഴിഞ്ഞു വനവാസകാലത്ത്. 14 വർഷമാണല്ലോ സത്യത്തിൽ പറഞ്ഞത്. അപ്പോഴങ്ങനെ 13ാമത്തെ വർഷം സുധീഷ്ണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ മനോഹരമാണ് സുധീഷ്ണാശ്രമം. മുഖ്യ താപസകുല ശിഷ്യ സഞ്ജയപൂർണം. മനോഹരമായ സുധീഷ്ണാശ്രമത്തിലേക്ക് ശ്രേഷ്ഠരായ മഹർഷിമാരൊക്കെ ഉണ്ട് അവിടെ. അവരുടെ ശിഷ്യന്മാരും ഒക്കെ വസിക്കുന്ന സ്ഥലമാണ്.
സർവർത്രു ഗുണഗണ സമ്പന്നം അനുപമമാണ്. സർവർത്തു എല്ലാ ഋതുക്കളിലും എല്ലാ ഋതുക്കളുടെയും ആ ഗുണഗണങ്ങൾ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ് ആ ആശ്രമത്തിൽ. അവിടെ എല്ലാ കാലത്തും സർവകാലാനന്ദമാണ്. സർവകാലത്തും എപ്പോഴും ആനന്ദം മാത്രമേ ഉള്ളൂ. ആനന്ദോദയം അത്യത്ഭുതം, അത്ഭുതകരമായ ആ ഒരു ആനന്ദമാണ് അവിടെ ഉള്ളത്. ഏത് ഋതുവിൽ ചെന്നാലും അവിടെ ആ ഋതുവിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകും. അവിടെ വളരെ സമ്പുഷ്ടമാണ് ആ ആശ്രമം. സർവപാദപ ലതാ ഗുൽമ സങ്കുല സ്ഥലമാണ്. അവിടെ എല്ലാ തരത്തിലുള്ള പലതരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്, വള്ളികളുണ്ട്, ചെടികളുണ്ട്. പാദപം എന്ന വൃക്ഷങ്ങൾ, ഗുൽമം സങ്കുല സ്ഥലം, വൃക്ഷലതാദികൾ കൊണ്ട് വളരെ മനോഹരമാണ് ആ സ്ഥലം. സർവസൽ പക്ഷി, നല്ല പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്. ഭുജംഗ നിഷേവിതം ആണ്. അവിടെ മൃഗങ്ങളുണ്ട്, സർപ്പങ്ങളുണ്ട്. എല്ലാവരും ദ്വേഷമില്ലാതെ ഒരുമിച്ച് കഴിയുന്ന ഒരു സ്ഥലമാണത്. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് രാഘവൻ അവരജനോടും തൻ്റെ അനുജനായ ലക്ഷ്മണനോടും സീതയോടും ആഗതനായി ചെന്നത്. അവിടെ ചെന്നത് മൂന്ന് പേരാണ്, ലക്ഷ്മണനും രാമനും സീതയും. അപ്പോൾ വളരെ മനോഹരമായ സുധീഷ്ണാശ്രമത്തിലേക്ക് രാമൻ വരുന്നത് കേട്ടിട്ട് ആ മുനിശ്രേഷ്ഠൻ, കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ, കുംഭസംഭവനായ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ് ആര്? സുധീഷ്ണൻ. അദ്ദേഹം ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. സംപ്രീതൻ, രാമമന്ത്രോപാസകനാണ്, നാരദനായ മുനി. അപ്പോൾ ശ്രീരാമൻ അനുജനോടും സീതയോടും ഒന്നിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വർത്തമാനം കേട്ടിട്ട് രാമമന്ത്ര ഉപാസകനായ അഗസ്ത്യ ശിഷ്യനായ സുധീഷ്ണ മഹർഷി സംഭ്രമത്തോടും അതുപോലെ തന്നെ വളരെ സന്തോഷത്തോടും കൂടിയിട്ട് അവരെ കൂട്ടിക്കൊണ്ട് വന്ന് സംപൂജിച്ചരുളിനാൻ അർഘ്യപാദ്യാദികളാൽ, അർഘ്യവും പാദ്യവും ഒക്കെ കൊടുത്ത്, കാല് കഴുകാനുള്ള വെള്ളവും കുടിക്കാനുള്ള വെള്ളവും ഒക്കെ കൊടുത്ത് വളരെ അതിഥി പൂജ ചെയ്യുകയാണ് സുധീഷ്ണ മഹർഷി. അനന്തരം ഭക്തി പൂണ്ട് അശ്രുജല നേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോട് ചെന്നാൻ. ഭഗവാനെ കണ്ടിട്ടുള്ള സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി. ഭക്തി പൂണ്ട് അശ്രുജല നേത്രനായി സഗദ്ഗതം പറയാൻ പറ്റുന്നില്ല, തൊണ്ടയൊക്കെ ഇടറിക്കൊണ്ട് ആ സന്തോഷാധിക്യത്താലാണ് തൊണ്ട ഇടറുന്നത്. ഭക്തവത്സലനായ ഭഗവാനോട്, രാഘവനോട് പ്രകാരം പറയുകയാണ്: നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മൽഗുരു നിയോഗത്താൽ. ഭഗവാനെ, അങ്ങയുടെ നാമം ഇങ്ങനെ മന്ത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മന്ത്രം തന്നെ സന്തതം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നോട് എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുരു ആരാണ്? അഗസ്ത്യ മഹർഷിയാണ്. അഗസ്ത്യ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാമൻ്റെ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നോളൂ, അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേരുമെന്ന്. ബ്രഹ്മശങ്കര മുഖവന്ദ്യമാം പാദമല്ലോ നിൻ മഹാമായാർണവം കടപ്പാനൊരു പോതം. മഹർഷി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവരാൽ വന്ദിക്കപ്പെടുന്ന അങ്ങയുടെ തൃപ്പാദം, ഭഗവാന്റെ ആ മായാസമുദ്രം, നിൻ മഹാമായാർണവം കടപ്പാൻ ഉതകുന്ന ഒരു പോതമാണ്. പോതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടക്കാനുള്ള തോണിയാണ്. മായാസമുദ്രം കടക്കാനുള്ള ഒരു തോണിയാണ് ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളത്. അപ്പോൾ നോക്കൂ, ഈ സംസാരത്തെ സാഗരം എന്നാണ് പറയുന്നത്, കടലെന്നാണ് പറയുന്നത്. അതുതന്നെയാണ് സംസാര അർണവം, നിൻ മഹാമായ അർണവം എന്ന് പറഞ്ഞിരിക്കുന്നത് സംസാര സാഗരത്തെയാണ്. ഈ സംസാര സാഗരത്തെ കടക്കാനുള്ള ഒറ്റ വഴി എന്ന് പറഞ്ഞാൽ രാമമന്ത്രത്തെ ജപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കുള്ളൊരു ഉപദേശം കൂടിയാണ് അഗസ്ത്യ മഹർഷി തൻ്റെ ശിഷ്യനായ സുധീഷ്ണ മഹർഷിക്ക് കൊടുക്കുന്ന ആ ഒരു ഉപദേശം തീർച്ചയായിട്ടും നമ്മെ പോലെയുള്ള മാനവർക്കും കൂടെ ഉപകാരപ്രദമാണ്. നമ്മൾ ഈ മായാസമുദ്രം കടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലൗകിക ദുഃഖങ്ങളിൽപ്പെട്ട് ഉഴലുന്ന നമുക്ക് രാമമന്ത്രം വിശിഷ്ടമായ അമൃതം പോലെയാണ്. രാമമന്ത്രം അമൃത് പോലെയാണ്. തുടർന്ന് നോക്കൂ, ആദ്യന്തമില്ലാത്തൊരു പരമാത്മാവല്ലോ നീ, വേദ്യമല്ലൊരു നാളും ആരാലും ഭവത്തത്വം, ത്വൽഭക്ത ഭൃത്യനായിടണം ഞാൻ, ത്വൽപാദാംബുജം നിത്യം ഉൾക്കാമ്പിൽ ഉദിക്കണം. തുടർന്ന്
സുധീഷ്ണ മഹർഷി പറയുകയാണ്, അങ്ങ് ആദിയും അന്തവുമില്ലാത്ത പരമാത്മാവാണ്. അങ്ങയുടെ തത്വം ആർക്കാണ് അറിയാൻ പറ്റുക? ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. ഇനി ഞാനാകട്ടെ അങ്ങയുടെ ഭക്തന്മാരുടെ ഭൃത്യനായിട്ടാണ് ഞാൻ അങ്ങയുടെ ഭക്തന്മാരുടെ ഭൃത്യനായിട്ട് മാറണം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അത്രയ്ക്ക് ഞാൻ അങ്ങയെ ഭജിക്കുകയാണ്, ആരാധിക്കുകയാണ്. അതുകൊണ്ട് ആ പദാംബുജം അങ്ങയുടെ ആ ഒരു കാൽത്തളിരുകൾ എനിക്ക് ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുത്. അത് നിത്യവും സ്മരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് നൽകണേ എന്ന് പറയുകയാണ്. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, പുത്ര ഭാര്യാർത്ഥ നിലയാന്ധകൂപത്തിൽ വീണ് ബദ്ധനായി മുഴുകിയിടുമെന്നെ നിന്തിരുവടി ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടണമേ സത്വരം ദയാനിധി. പുത്രൻ, ഭാര്യ, ധനം, ഗൃഹം എന്നിവയൊക്കെയാകുന്ന ഈ ഒരു കൂപത്തില് പെട്ടുഴലുന്ന എനിക്ക് അന്ധകൂപം, കൂപം എന്ന് പറഞ്ഞാൽ കിണർന്നാണ് അർത്ഥം. അപ്പോൾ ഭാര്യ, പുത്രൻ, ഗൃഹം, ധനം ഇവയൊക്കെ ഒരു കിണറിന് സമാനമാണ്, ഒരു പൊട്ടക്കിണറിന് സമാനമാണ്. അപ്പോൾ ആ ഒരു ബന്ധനത്തിൽ വീണ് മുഴുകിയിരിക്കുകയാണ് ഞാൻ. അങ്ങനെ കഴിയുന്ന എന്നെ ഭഗവാനെ അങ്ങ് കരകയറ്റണേ എന്ന് പറയുകയാണ്. നമുക്കും ഈ രീതിയിൽ പ്രാർത്ഥിക്കും. നമ്മളൊക്കെ ലൗകികരാണ്. അപ്പം നമുക്ക് പുത്രനും ഭാര്യയും ഗൃഹവും ധനവും ഒക്കെ അത്യാവശ്യമാണ്. ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഉപേക്ഷിച്ച് ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യണം എന്നല്ല പറഞ്ഞു വരുന്നത്. മറിച്ച് എന്താണ്, നമ്മൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ തന്നെയും ഭഗവാന്റെ സ്മരണ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ. പിന്നെയും സുധീഷ്ണ മഹർഷി പറയുകയാണ്, മൂത്ര മാംസമേധ്യാന്ത്ര പുൽഗല പിണ്ഡമാകും ഗാത്രം ഓർത്തോളം അതികശ്മലം അതിങ്കലുള്ളാസ്ഥയ മഹാമോഹ പാശബന്ധവും ഛേദിച്ച് ആർത്തിനാശന ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം. മറ്റൊരു കാര്യം അദ്ദേഹം പറയുകയാണ്, എന്താ വെച്ചാൽ മോഹത്തിൽപ്പെട്ട് കഴിയുകയാണ്, എന്നെ അങ്ങ് ഉദ്ധരിക്കണമെന്ന് പറഞ്ഞു. മൂത്ര മാംസ അമേധ്യ അന്ത്രപുൽഗ പിണ്ഡം എന്ന് വെച്ചാൽ മൂത്രം, മാംസം, മലം, കുടല്, അണുപിണ്ഡം എന്നിവയൊക്കെ കൊണ്ടാണല്ലോ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അമേധ്യം എന്ന് പറഞ്ഞാൽ മലം എന്നാണ്, ആന്ധ്രം എന്ന് പറഞ്ഞാൽ കുടല്, പുൽഗലം എന്ന് പറഞ്ഞാൽ അണുപിണ്ഡം എന്നാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ശരീരം. ഈ നമ്മുടെ ഇങ്ങനെയുള്ള ഈ ശരീരത്തിൽ ഇതൊക്കെ ചേർന്നിരിക്കുന്ന ഈ ഗാത്രം, ഈ ശരീരത്തിൽ നിന്ന് എനിക്കൊരു മോചനമുണ്ടാകണേ. ഈ ശരീരം വളരെയധികം നിന്ദ്യമാണ്. ആ ശരീരത്തിൽ നിന്ന് അതിനോട് എനിക്ക് താല്പര്യമില്ല. അതിനുള്ള എങ്കിലും അതിങ്കലുള്ള ആസ്ഥയ മഹാമോഹ പാശബന്ധവും ഛേദിച്ച് ആർത്തിനാശന. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ശരീരത്തോട് തോന്നുന്ന ആ ഒരു താല്പര്യത്തെ, ആ മോഹത്തെ, അർത്ഥമൊക്കെ കളഞ്ഞ് എൻ്റെ ഉള്ളിൽ അങ്ങ് എപ്പോഴും നിത്യം വാഴണേ ഭഗവാനെ. ദുഃഖനാശകരനായ, ആർത്തിനാശം എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ നശിപ്പിക്കുന്നവനായ അങ്ങ് എൻ്റെ ഉള്ളിൽ വസിച്ചാലും എന്ന് പറയുകയാണ്. തുടർന്ന് മഹർഷി പറയുകയാണ്, സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭഗവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്ര ജപരഥന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും. ഈ ഒരു കാര്യം രാമായണത്തിൻ്റെ പല ഭാഗത്തും വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഭഗവാനോടുള്ള ഭക്തി നമ്മളെ മായാമോഹത്തിൽ നിന്ന് മുക്തി നേടിക്കുമെന്നാണ് പറയുന്നത്. മായാദേവി എന്നെ വിമോഹിപ്പിച്ചിടല്ലേ എന്ന് കഴിഞ്ഞ ആ ഒരു ഭാഗത്ത് വിരാധൻ പറഞ്ഞതാണ് അല്ലേ. അങ്ങയുടെ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടല്ലേ എന്ന് പറയുന്നുണ്ട്. അതുതന്നെയാണ് നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളത്. മായാദേവിയുടെ ആ ഒരു ലീലയാണ് നമുക്ക് മായാമോഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ആ മായാമോഹങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടി ഭഗവാനോട് അർത്ഥിക്കുകയല്ലാതെ ഭഗവാന്റെ അടികളിൽ ശരണം പ്രാപിക്കുക എന്നല്ലാതെ മറ്റൊരു നിവൃത്തി അതിനില്ല. രാമായണത്തിൻ്റെ ഏതു ഭാഗത്തും ഈ ഒന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. അതൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ.
ഇപ്പൊ നോക്കൂ, സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വൻ മന്ത്രജപ രഥന്മാരായ ജനങ്ങളെ ത്വൻ മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. അപ്പോൾ സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ വാഴുന്നത് അങ്ങ് തന്നെയാണ്. അപ്പോൾ അങ്ങയുടെ തിരുനാമങ്ങൾ ജപിക്കുന്ന ആളുകളെ ഒരിക്കലും അവിടുത്തെ ഈ മഹാമായാദേവി ബാധിക്കുകയില്ലല്ലോ. അതുപോലെ തന്നെ അങ്ങയുടെ നാമം ജപിക്കാതെ ഇരിക്കുന്നവർക്ക്, അതിനോട് വൈമുഖ്യം പ്രകടിപ്പിക്കുന്ന മനുഷ്യരെ തീർച്ചയായിട്ടും മായാദേവി ബന്ധിക്കുന്നതാണ്. ആ ഒരു മഹാബന്ധനത്തിൽ നിന്ന് മോചിതനാകാൻ മനുഷ്യൻ നന്നായിട്ട് പരിശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ കാണുന്ന ലോകത്തിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള നാശങ്ങൾക്കും കാരണം ഇത്തരത്തിലുള്ള മോഹമാണ്. അത്തരത്തിലുള്ള ജനങ്ങളെ മാറ്റിയെടുക്കേണ്ടത് കൂടി നമ്മളുടെ ഉത്തരവാദിത്വമാണ്. കാരണം എന്തുകൊണ്ടാണ് ഇവർ ഈ മായാബന്ധത്തിൽ അകപ്പെടുന്നത്? ഇതേപോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കാത്തത് കൊണ്ട്, അറിയാത്തത് കൊണ്ട്, നമ്മുടെ പൂർവ്വസൂരികൾ നമുക്കായി ചെയ്തു വച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ ഇതിന് ഭക്ഷിച്ച് സുഖിച്ച് രമിച്ച് മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള രാമായണം പോലെയുള്ള മഹത് ഗ്രന്ഥങ്ങൾ നാം പഠിക്കുകയും അറിയിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ കലികാലത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് പഠിക്കുകയും അറിയിക്കുകയും ചെയ്യേണ്ടതാണ്. ഇപ്പൊ നോക്കൂ, ഇവിടെ പറയുകയാണ്, സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നത് അങ്ങാണെന്നും അങ്ങയുടെ തിരുനാമം ജപിക്കുന്നവരെ ഒരിക്കലും മായാദേവി പിടിക്കില്ല എന്നും, ആരാണോ അങ്ങയുടെ നാമം ജപിക്കാത്തത് അവർക്ക് ഈ ഒരു മായാദേവിയുടെ ബന്ധം അനുഭവം ഉണ്ടാകുമെന്നും അവർ ഇതിൽ നിന്ന് മുക്തരാകുന്നില്ല എന്നുള്ള കാര്യവും പറയുന്നു. സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ ദേവപാദപങ്ങളെപ്പോലെ വിശ്വേശാപോറ്റി. അപ്പോൾ ലോകനാഥനായ അല്ലയോ ഭഗവാനെ, അങ്ങ് ദേവപാദപത്തെ പോലെയാണ്. അങ്ങ് കൽപ്പവൃക്ഷത്തെ പോലെ എന്ത് ചെയ്യുന്നതാണ്? സേവാനുരൂപനാണ്. സേവാനുരൂപമായ ഫലത്തെ ദാനം ചെയ്യുന്നതാണ്. കൽപ്പവൃക്ഷം എവിടെയുള്ള വൃക്ഷമാണ്? ദേവലോകത്തുള്ള വൃക്ഷമാണ്. ദേവലോകത്തുള്ള കൽപ്പവൃക്ഷത്തോട് എന്ത് ചോദിച്ചാലും അത് തരും. അപ്പോൾ ഭഗവാൻ കൽപ്പവൃക്ഷം പോലെയാണ്. നമുക്ക് ഭഗവാനോട് എന്ത് ചോദിച്ചാലും ഭഗവാൻ തരും. ചോദിക്കേണ്ട പോലെ നമ്മൾ ചോദിക്കണം. ഭക്തി ഉണ്ടാകണം നമുക്ക്. എങ്കിൽ മാത്രമേ ഭഗവാനിൽ നിന്ന് നമുക്ക് ഫലം ഉണ്ടാവുള്ളൂ. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്ര പങ്കജ ഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മാനാം. ഇവിടെ പറയുകയാണ്, ഭഗവാൻ പ്രപഞ്ചത്തില് വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവതിനായിട്ട്, ഭഗവാൻ സൃഷ്ടിസ്ഥിതി സംഹാരം എന്നിവയ്ക്കായിട്ട് വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ, വിശ്വമോഹിനിയായ വിശ്വത്തെ മോഹിപ്പിക്കുന്നവളായ ആ മായയുടെ ഗുണങ്ങളെ ആശ്രയിച്ച് എന്ത് ചെയ്യുന്നു? രുദ്ര പങ്കജ ഭവ വിഷ്ണുരൂപങ്ങളായി, രുദ്രനായിട്ട്, മഹാശിവനായിട്ട്, അതുപോലെ തന്നെ പങ്കജഭവനായിട്ട്, ബ്രഹ്മാവായിട്ട്, അതുപോലെ തന്നെ വിഷ്ണുവായിട്ട് പല രൂപങ്ങളിൽ ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മാനാം നാനാരൂപങ്ങളിലായി തോന്നുന്നു ലോകത്തിങ്കൽ. അപ്പോഴങ്ങനെ ജ്ഞാനസ്വരൂപിയായ അങ്ങ് ബ്രഹ്മാവായിട്ടും വിഷ്ണുവായിട്ടും ശിവനായിട്ടും രൂപം സ്വീകരിക്കുന്നു. എങ്ങനെയാണ്? നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ. ഇവിടെ പറയുന്നു, സൂര്യൻ ജലാശയത്തിൽ പ്രതിബിംബിക്കുമ്പോൾ വെവ്വേറെ കാണുന്നുണ്ടല്ലോ. ഘടാകാശം എന്നൊക്കെ സാധാരണ മഹത്തുക്കൾ പറയാറുണ്ട്. കുടത്തിൽ ആകാശം നിഴലിക്കുന്നു. അതുപോലെ ആകാശം ഒന്നേ ഉള്ളൂ. കുടത്തിൽ ജലം നിറച്ചു വയ്ക്കുമ്പോൾ ആ ജലത്തിലൊക്കെ കാണുന്നത് ഘടാകാശമാണ്. ആകാശത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഇവിടെ സൂര്യൻ ജലാശയങ്ങളിൽ ഓരോ ജലാശയത്തിലും വെവ്വേറെ ആയിട്ടാണ് കാണുന്നത്. സൂര്യൻ യഥാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ. അജ്ഞന്മാർക്കാണ് ഇത് വിവിധമായിട്ട് തോന്നിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ ഒന്നേ ഉള്ളൂ. വിവിധ രൂപത്തിൽ വിവിധ ഭാവത്തിൽ നമ്മൾ കാണുന്നതേ ഉള്ളൂ.
ഇങ്ങനെയുള്ള ഭവൽ സ്വരൂപത്തെ നിത്യം അങ്ങനെ അറിഞ്ഞു ഉപാസിപ്പു ഞാൻ എങ്ങനെ അറിഞ്ഞു ഉപാസിപ്പു ഞാൻ ദയാനിധേ. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ എങ്ങനെയാണ്, അലയോ ദയാനിധേ, ഞാൻ ഭഗവാന്റെ സ്വരൂപത്തെ അറിഞ്ഞ് എങ്ങനെയാണ് ഉപാസിക്കാൻ പറ്റുക? എനിക്ക് എങ്ങനെയാണ് ഞാൻ ഉപാസിക്കേണ്ടത്? അദ്ദൈവ ഭവചരണാംബുജയുഗ്മം മമ പ്രത്യക്ഷമായി വന്നിതു മൽ തപോബലവശാൽ. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ ഞാൻ എങ്ങനെയാണ് ഉപാസിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ തപോബലത്താൽ ഇന്ന് അങ്ങയുടെ പാദാംഭോജം എനിക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ്. അതായത് പ്രത്യക്ഷമായി എനിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ത്വന്മന്ത്രജപ വിശുദ്ധാത്മാനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയൻ എന്നാകിലും. അപ്പോൾ അങ്ങ് എന്താണ്, അങ്ങയുടെ നാമജപം കൊണ്ടാണ് ശുദ്ധമനസ്കരായവർക്ക് ജ്ഞാനസ്വരൂപനായ അവിടുത്തെ പ്രസാദം ലഭിക്കുന്നത്. സന്മയനായി പരബ്രഹ്മസ്വരൂപനായി കർമ്മണാ അഗോചരമായൊരു ഭവദ്രൂപം ത്വന്മായാവിഡംബനരചിതം മാനുഷ്യകം മന്മഥകോടി കോടി സുഭകം കമനീയം. അപ്പോൾ വീണ്ടുകൂടെ പറയുകയാണ്, സന്മയനായി, സന്മയവും അതുപോലെ തന്നെ കർമ്മണ അഗോചരമായത്, കർമ്മങ്ങൾക്ക് അഗോചരവുമായ അങ്ങയുടെ അഗോചരം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്തതായ അങ്ങയുടെ ആ പരബ്രഹ്മമായ സ്വരൂപം അങ്ങയുടെ മായാൽ തന്നെ, മായാവിഡംബന രചിതം, അങ്ങയുടെ മായയാൽ തന്നെ ഇപ്പോൾ മനുഷ്യരൂപത്തിലാണ് പ്രത്യക്ഷമായിരിക്കുന്നത്. അത് എങ്ങനെയാണ്? ആ മാനുഷ്യകം അങ്ങയുടെ മായ കൊണ്ടാണ് ഈ മനുഷ്യരൂപത്തിൽ ഇവിടെ പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നത്. ആർക്കും കാണാൻ പറ്റാത്ത ആ പരബ്രഹ്മ സ്വരൂപമാണല്ലോ ഇവിടെ മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റിയിരിക്കുന്നത്. കാരുണ്യപൂർണ നേത്രം കാർമുക ബാണധരം സ്മേര സുന്ദരമുഖം അജിനാംബരധരം സീതാസംയുതം സുമിത്രാത്മജ നിഷേവിതം പാദപങ്കജം നീലനീരത കളേബരം. അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗമാണിത്. നോക്കൂ, കാരുണ്യപൂർണ നേത്രം, അങ്ങയുടെ ശരീരം എങ്ങനെയാണ്? മന്മഥകോടി കോടി സുഭകം കമനീയം. ഭഗവാന്റെ ശരീരം അനേക കോടി കാമദേവന്മാരെ വന്നു നിന്നാലും ഇത്രയും സൗന്ദര്യം ഉണ്ടാവില്ല. അത്രയും സുന്ദരനാണ് ഭഗവാൻ. പൂർണ്ണ കമനീയനാണ്, മനോഹരനാണ്, കാരുണ്യപൂർണ്ണ നേത്രമാണ്. കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന നേത്രങ്ങളാണ് ഭഗവാന്റേത്. അതുപോലെ തന്നെ കാർമുക ബാണധരം, അദ്ദേഹം ബാണം ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖം എങ്ങനെയാണ്? സ്മേര സുന്ദര മുഖമാണ്. സ്മേരസുന്ദരം, പുഞ്ചിരി വഴിക്കുന്ന മനോഹരമായ മുഖമാണ് അദ്ദേഹത്തിനുള്ളത്. അജിനാംബരധരം, മാന്തോല് ധരിച്ചിട്ടുള്ളവൻ ആണ് ഭഗവാൻ. സ്മേര മുഖ അജിനാംബരധരം സീതാസംയുതം, സീതയോട് കൂടിയിട്ടുള്ളവനായ ഭഗവാൻ. നീലനീരത കളേബരം, അദ്ദേഹത്തിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ നീലമേഘത്തിൻ്റെ നിറത്തോടു കൂടിയവനാണ് ഭഗവാൻ. സീതയോടും കൂടി സുമിത്രാത്മജ നിഷേപിതം, സുമിത്രാത്മജനോടും കൂടിയിട്ടാണ് അദ്ദേഹം ഞങ്ങളെ കാണാൻ, ഭഗവാനെ അങ്ങ് ഞങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. കോമളനാണ്, അതിശാന്തനാണ്, അനന്തഗുണനാണ്, അഭിരാമനാണ്, ആത്മാരാമനാണ്, ആനന്ദ സമ്പൂർണാമൃതമാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ അങ്ങ് ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷനായിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് പറയുന്നത്? ഒന്നുകൂടി പറയാം. അനേക കോടി കാമദേവന്മാരെ പോലെ സുന്ദരനും സുമുഖനും കാരുണ്യ നേത്രമുള്ളവനും മനോഹരമായ പുഞ്ചിരിക്കുന്നവനും മാന്തോലൊക്കെ ധരിച്ചിട്ടുള്ളവനും നീലമേഘത്തിൻ്റെ നിറമുള്ളവനും വളരെ ശാന്തനായിട്ടുള്ളതും അനന്തമായ ഗുണങ്ങളോട് കൂടിയവനും ആയ ഭഗവാൻ ആത്മാരാമനാണ്. ലക്ഷ്മണനാൽ സേവിതനായി വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ലക്ഷ്മണനാൽ സേവിതനായ പാദപങ്കജത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ ഭഗവാനെ എപ്പോഴും ലക്ഷ്മണൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ സമേതനായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ? കാർമുക ബാണധരമാണ്, അമ്പും വില്ലൊക്കെ ധരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള രാമനെ ഞങ്ങൾ ഇന്ന് കണ്ട് എങ്ങനെയായി മാറിയിരിക്കുന്നു? ആനന്ദ സമ്പൂർണാമൃതത്തിൽ, അതായത് ആനന്ദാമൃതം വഴിയുന്ന ഈ ഒരു മനോഹര രൂപം കണ്ടിട്ട് ഞങ്ങൾ ആനന്ദാബ്ദിയിൽ നീരാടുകയാണ്. എപ്പോഴും ആ ഒരു രൂപം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, എൻ്റെ മനസ്സിലുണ്ടാകണം എന്ന് ആരാണ് പറയുന്നത്?
ആരാണ് ഇവിടെ പറയുന്നത്? സുധീഷ്ണ മഹർഷി പറയുകയാണ്, അങ്ങയെ കണ്ടതിലുള്ള ആ ഒരു സന്തോഷം, ഭഗവാനെ കണ്ടതിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ ഒരു സന്തോഷമാണ് നമ്മുടെ മനസ്സിലും ഉണ്ടാകേണ്ടത്. ഭഗവാനെ ചിന്തിക്കുമ്പോൾ, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുമ്പോൾ ഈ ഒരു സുന്ദരമായ രൂപം നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നാം ഭഗവാനെ അടിതൊട്ട് മുടി വരെ ആപാദകേശം അല്ല കേശാദിപാദം എന്ന് പറയില്ലേ, അപ്പോൾ കേശാദിപാദം നമ്മൾ ഭഗവാനെ ഈ രീതിയിൽ കണ്ട് വണങ്ങണം. അപ്പോൾ മാത്രമേ ആ ഭക്തി, അൺകണ്ടീഷണൽ ലവ് അവിടെ നമുക്ക് ഭഗവാനോട് തോന്നുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആ തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം, മുറ്റിയിടും ഭക്തിയാ നാമം ഉച്ചരിക്കായി ഇടണം, മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി. ഭഗവാനെ കണ്ടാൽ എന്ത് വരമാണോ ചോദിക്കേണ്ടത് എന്നില്ല, ഈ ഒരു വരമാണ് വേണ്ടത്, ഭഗവാനോടുള്ള ഭക്തി. അതാണ് ഏറ്റവും നല്ല വരം എന്ന് പറയുന്നത്. ഇത് സുധീഷ്ണ മഹർഷി പറയുകയാണ്, അങ്ങയെ കണ്ട് അങ്ങയുടെ ഈ രൂപം നിത്യവും എൻ്റെ മനസ്സിലുണ്ടാകണം, അങ്ങയെ ഭജിക്കാനുള്ള ആ ഒരു കഴിവ് എപ്പോഴും ഉണ്ടാകണം, അങ്ങയുടെ തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം, മുറ്റിയിടും ഭക്തിയാ നാമം ഉച്ചരിക്കായി വരയണം, മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി. എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും അങ്ങയുടെ രൂപം മാറ്റരുത്, മാഞ്ഞു പോകരുത്, അങ്ങയെക്കുറിച്ചുള്ള ഭക്തി എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, ഈ ഒരു വരമാണ് ഭഗവാനെ എനിക്ക് വേണ്ടത് എന്ന് സുധീഷ്ണ മഹർഷി പറയുന്നു. വന്ദിച്ചു കൂപ്പി സ്തുതിച്ചീടിന് മുനിയോട് മന്ദഹാസവും കൊണ്ട് രാഘവൻ അരുൾ ചെയ്തു. ഇപ്രകാരം കൂപ്പി സ്തുതിക്കുന്ന മഹർഷിയോട് പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ ഇപ്രകാരം പറയുകയാണ്. ഭഗവാൻ എന്താണ് പറയുന്നത്? നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പോരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ. അപ്പോൾ പറയുകയാണ്, നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പോരു ചിത്തം ഞാൻ അറിഞ്ഞു, അത് കാണുവാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിത്യോപാസന കൊണ്ട് അങ്ങയുടെ മനസ്സ് വളരെയധികം നിർമ്മലമായിരിക്കുകയാണ് ഇന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലയോ മഹർഷിയെ ഞാൻ അങ്ങയെ കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. നോക്കൂ, ആ ഭഗവാന് ഭക്തനോടുള്ള ആ ഒരു ഇഷ്ടം, ആ ഒരു സ്നേഹം എത്രമാത്രമാണെന്ന് നോക്കുക. ഭഗവാൻ ശ്രീഹരി എപ്പോഴും പറയാറുണ്ട്, നാരദനോട് തന്നെ പറയാറുണ്ട്. ഒരിക്കൽ നാരദനോട് പറയുക തന്നെ ഉണ്ടായിട്ടുണ്ട്, നാരദരെ, ഞാൻ എപ്പോഴും വൈകുണ്ഠത്തിലല്ല താമസിക്കുന്നത്, മറിച്ച് എൻ്റെ കീർത്തനങ്ങൾ ഭക്തിയാ പാടുന്ന ജനങ്ങളുടെ മനസ്സിലാണ്. ആരാണോ എന്നെ ഭക്തിപൂർവ്വം കീർത്തിക്കുന്നത് അവരുടെ മനസ്സിലാണ് ഞാൻ വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഭക്തരുടെ ദാസനാണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഭഗവാന് ഭക്തനോടുള്ള ആ ഒരു സ്നേഹം, വാത്സല്യം ഇതൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ സുധീഷ്ണ മഹർഷിയോട് ഭഗവാൻ പറയുകയാണ്, അങ്ങ് മനഃശുദ്ധിയോടുകൂടി നിത്യം എന്നെ ഇങ്ങനെ ഭജിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്, അങ്ങയുടെ മനസ്സ് വളരെ ശുദ്ധമാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ കാണാനായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ച് മന്ത്രോപാസകന്മാരായി നിരപേക്ഷമാരുമായി സന്തുഷ്ടമരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ചവണ്ണം തന്നെ കാണാനായി വന്നിടുമല്ലോ. ഇത് നമ്മളോട് കൂടി പറയുകയാണ് വീണ്ടും കേട്ടോ. എന്താണ് പറയുന്നത്? എന്നെ തന്നെ അഭയം പ്രാപിച്ച് എൻ്റെ നാമം നിരന്തരം ഇങ്ങനെ ജപിച്ചുകൊണ്ട് വളരെ എന്താ നിഷ്കാമന്മാരായിട്ട്, ഒന്നുമില്ല, ഭഗവാനെ മാത്രം ആശ്രയിച്ചുകൊണ്ട്, വേറൊന്നും ആവശ്യമില്ല, ഭഗവാനെ കാണുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ആരൊക്കെയാണോ ഇങ്ങനെ ഭജിക്കുന്നത്, സന്തുഷ്ടിയോടുകൂടി ആരൊക്കെയാണോ കഴിയുന്നത്, അങ്ങനെയുള്ള ആ ഭക്തന്മാർക്ക് അവർ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ കാണാൻ പറ്റുമെന്നുള്ളത്. നോക്കൂ, നമുക്കൊക്കെ ഭഗവാനെ കാണാനാകും. ഭഗവാനെ ഏത് രൂപത്തിലാണോ നമ്മൾ ഭജിക്കുന്നത് അതേപോലെ നമുക്ക് കാണാനാകും. പക്ഷെ അവിടെ എന്തുണ്ടാകണം? ഭക്തി ഉണ്ടാകണം. ആ ഭക്തി വിശ്വാസമാണ് ഭഗവാനോട് നമുക്ക് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷീഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഭഗവാൻ വീണ്ടും പറയുകയാണ്, ത്വൽകൃതം ഏതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം മർത്യന് വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ. ഭഗവാൻ പറയുന്നു, വിശേഷിച്ചും ഇപ്പോഴങ്ങ്
ഉച്ചരിച്ചില്ലേ, ഇപ്പൊ അങ്ങ് പറഞ്ഞില്ലേ, അതേപോലെയുള്ള സ്തോത്രം സജ്ജനങ്ങൾ അവർ ജപിക്കുമ്പോൾ, സജ്ജന ശ്രേഷ്ഠർക്ക് അവർ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബ്രഹ്മജ്ഞാനം ഉണ്ടാക്കാനായിട്ട് ഉപകരിക്കും. അത് തീർച്ചയായിട്ടും സംഭവിക്കുന്നതാണ്. സുധീഷ്ണ മഹർഷി ഇപ്പോൾ ഇപ്രകാരം ഭഗവാനെ സ്തുതിച്ചില്ലേ, ആ സ്തോത്രം സജ്ജനങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാകാൻ ഉപകരിക്കുന്നതാണ്. അപ്പൊ ആരൊക്കെയാണോ ബ്രഹ്മജ്ഞാനം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നത് അവരൊക്കെ തന്നെ മേൽപ്പറഞ്ഞ ഭഗവാൻ സ്തുതിക്കുന്ന, സുധീഷ്ണ മഹർഷി ഭഗവാനെ സ്തുതിക്കുന്ന ആ മന്ത്രം മാത്രം ഉപാസിച്ചാൽ മതി. ഭഗവാൻ പറയുന്നു, താപസോത്തമ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ ഉണ്ടരാഗ്രഹം തവ ആചാര്യനാകും അഗസ്ത്യനെ കണ്ടു വന്ദിച്ചുകൊള്ളുവാൻ എന്തതിനാവതിപ്പോൾ. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സുധീഷ്ണ മഹർഷിയോട് ഭഗവാൻ പറയുകയാണ്, അല്ലയോ താപസശ്രേഷ്ഠ, അങ്ങ് എന്നെ ഭജിച്ചതിനാൽ അങ്ങയുടെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകും, എന്നെ പ്രാപിക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കാര്യം ഭഗവാൻ സുധീഷ്ണ മഹർഷിയോട് അർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? അങ്ങയുടെ ഗുരുവിനെ കാണാനുള്ള, ആചാര്യന്, തവ ആചാര്യനാം അഗസ്ത്യനെ കണ്ടു വന്ദിക്കാനായിട്ട് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. അഗസ്ത്യ മഹർഷിയെ കാണുന്നതിന് ആഗ്രഹമുണ്ട്. അഗസ്ത്യ മഹർഷി സുധീഷ്ണ മഹർഷിയുടെ ഗുരുവാണ്. അപ്പോൾ മഹർഷിയെ കാണണം, ഒന്ന് വന്ദിക്കണമെന്നുണ്ട് അഗസ്ത്യ മഹർഷിയെ. അപ്പോൾ അതിനെന്താണ് ഉപായം? അദ്ദേഹത്തിൻ്റെ ആശ്രമം ഇവിടെ അടുത്താണോ എന്നൊക്കെ ചോദിക്കുന്നു. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇത്തം രാമോക്തി കേട്ട് ചൊല്ലിനാൻ സുധീഷ്ണനും, അസ്തുതേ ഭദ്രം, അത് തോന്നിയതിന്ന് ഞാൻ കാട്ടുവേനല്ലോ വഴി, കൂടെപ്പോ അടുത്ത നാൾ വട്ടമെന്നിയെ വസിക്കണമെന്നിവിടെ. അപ്പൊ പറഞ്ഞു, ശ്രീരാമന്റെ വാക്കുകൾ കേട്ടപ്പോൾ സുധീഷ്ണ മഹർഷിക്ക് വളരെ സന്തോഷമുണ്ടായി. അദ്ദേഹം പറഞ്ഞ്, അങ്ങേക്ക് ഇങ്ങനെ തോന്നിയതിൽ വളരെ സന്തോഷമുണ്ട്. അഗസ്ത്യാശ്രമത്തിലേക്ക് ഞാൻ വഴി കാണിച്ചു തരാം. ഇന്ന് സന്തോഷമായി ഇവിടെ താമസിച്ചതിന് ശേഷം നമുക്ക് പ്രഭാതത്തില് ഗുരുവിനെ കാണാം എന്ന് പറഞ്ഞു. ഒട്ടുനാളുണ്ട് ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ, മോദത്തോടൊക്കെ തക്കപ്പോയി കാണാമല്ലോ എന്നാണ് പറയുന്നത്. തക്കപ്പോയി കാണാമെന്നോ, ഒക്കത്തക്ക എന്ന് വെച്ചാൽ ഒരുമിച്ച് പോയിട്ട് നമുക്ക് കാണാമെന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് ആനന്ദത്തോടെ ഇവിടെ കഴിഞ്ഞതിന് ശേഷം നാളെ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ഗുരുവിനെ കാണാം. ഞാനും കുറേ നാളായി ഗുരുവിനെ കണ്ടിട്ട്. ഇത്തം ആനന്ദം പൂണ്ട് രാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ധാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാ മുനിയോടും ജാനകീദേവിയോടും സോദരനോടും മന്ദം നടന്നു. മധ്യാഹ്നേ പോയി ചെന്നിതു രാമൻ അഗസ്ത്യാനുജാശ്രമേ ജപം. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് രാവിലെ തന്നെ അവർ എഴുന്നേറ്റു. സന്ധ്യാവന്ദനങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം മുനിയെ കാണുന്നതിന് വേണ്ടി, അഗസ്ത്യ മുനിയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനു വേണ്ടിയിട്ട് സന്തുഷ്ടനായ സുധീഷ്ണ മഹർഷിയോടൊപ്പം തന്നെ സീതയോടും ലക്ഷ്മണനോടും കൂടെ ഉച്ചയോടുകൂടി അഗസ്ത്യമുനിയുടെ അനുജന്റെ ആശ്രമത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. പ്രീതന മുനിയോടും ജാനകിദേവിയോടും സോദരനോടും മന്ദം നടന്ന് മധ്യാഹ്നേ പോയിട്ട് അഗസ്ത്യാശ്രമത്തിൽ രാമൻ അഗസ്ത്യന്റെ അനുജനായ അഗ്നിജിഹ്വൻ എന്ന മഹർഷിയാണ് അഗസ്ത്യ മഹർഷിയുടെ അനുജൻ. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യാനു സഹജനും വന്യഭോജനവും ചെയ്ത് അവരെല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നതിനു ശേഷം, അതിനുശേഷമാണ് അഗസ്ത്യ മഹർഷിയെ കാണാൻ പോകുന്നത്. ഉടനെ തന്നെ അഗ്നിജിഹ്വന്റെ അടുത്തേക്ക് ആശ്രമത്തിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് ശ്രീരാമാദികളെ കണ്ടപ്പോൾ അഗസ്ത്യാനുജൻ ഓടി വന്ന് സൽക്കാരമൊക്കെ ചെയ്തു. അവർക്ക് വന്യഭോജനങ്ങൾ കൊടുത്തു. വനത്തിൽ നിന്ന് കിട്ടുന്ന ഭോജ്യങ്ങൾ എന്ന് വെച്ചാൽ കൈകനികളും കിഴങ്ങുകളൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ കൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അതിഥികളെ സൽക്കരിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് അന്ന് രാത്രി അവിടെ വളരെ സന്തോഷത്തോടു കൂടി കഴിയുകയുണ്ടായി. ഇനി അഗസ്ത്യ സന്ദർശനമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നന്ദി, നമസ്കാരം.